ഡ്രൈവറും സഹജീവനക്കാരനും മദ്യപിച്ച് അപകടകരമായ രീതിയിൽ സ്വകാര്യ ബസ് ഓടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും ബംഗളൂരു വഴി ചെന്നൈയിലേക്ക് പുറപ്പെട്ട ബസ്സിലാണ് സംഭവം. ബസ് കണ്ടെത്താൻ സംസ്ഥാന അതിർത്തിയിൽ പരിശോധന തുടരുകയാണ്. ഈ ബസ്സിന് പകരം അനധികൃതമായി ഓടിയ ഇതേ സ്ഥാപനത്തിന്റെ മറ്റൊരു ബസ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ നിന്നും പിടികൂടിയിരുന്നു. പിടികൂടിയ ബസ്സിന് കേരളത്തിൽ നികുതി അടച്ചിട്ടില്ലെന്നും രേഖകൾ ഹാജരാക്കിയാൽ ബസ് വിട്ടു നൽകുമെന്നും ജോയിന്റ് RTO പറഞ്ഞു. അന്വേഷണം നടക്കുകയാണെന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവറും സഹജീവനക്കാരും മദ്യപിച്ച് അപകടകരമായ രീതിയിൽ സ്വകാര്യ ബസ് ഓടിച്ചത്. ഇതിലിപ്പോൾ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും ബംഗളൂരു വഴി ചെന്നൈയിലേക്ക് പുറപ്പെട്ട ബസ്സിലായിരുന്നു ഈ സംഭവം ഉള്ളത്. അതിർത്തിയിൽ, സംസ്ഥാന അതിർത്തിയിൽ പരിശോധന തുടരുന്നുണ്ട്. ഈ ബസ് കണ്ടെത്താനായി ഈ ബസ്സിന് പകരം ഇതേ സ്ഥാപനത്തിൻ്റെ തന്നെ മറ്റൊരു ബസ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ നിന്നും പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ അനധികൃതമായി ഓടിയ ബസ്സായിരുന്നു കഴിഞ്ഞ ദിവസം നഗരത്തിൽ നിന്ന് പിടികൂടിയത്. ആ പിടികൂടിയ ബസ്സിന് കേരളത്തിൽ നികുതി അടച്ചിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം രേഖകൾ ഈ പിടിച്ചെടുത്ത ബസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ രേഖകൾ കൃത്യമായി ഹാജരാക്കിയാൽ ബസ് വിട്ടു നൽകുമെന്നാണ് ജോയിന്റ് RTO പറഞ്ഞത്. എന്നിരുന്നാലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ബസ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാന അതിർത്തിയിലടക്കം പരിശോധന തുടരുകയാണ്. വണ്ടി ഓഫ് நான் வரேன் தெரியுமா உனக்கு? வண்டி ஆஃப் பண்ணிடு, வண்டி ஆஃப் பண்ணிடு. ஏய், இங்க பசங்க எல்லாரும் இருக்கீங்க, ஃபேமிலி எல்லாம் இருக்கு. அது ஓகேங்க. வண்டி ஆஃப் பண்ணிடுடா. ஒரு ப்ராப்ளம் இல்லையே. என்ன ப்ராப்ளம்? வண்டி கொஞ்சம் என்ன ப்ராப்ளம்? வண்டி கொஞ்சம் ஆஃப் பண்ணிடு. என்ன ப்ராப்ளம்? ஒரு 5 நிமிஷம். என்ன ப்ராப்ளம்? ஆளு பூஜா. മനസ്സിലെ മാടാ കാണിച്ചു ഞാൻ മനസ്സിലെ